ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ട പരമ്പരയുടെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ റൂമിലേക്ക് കയറി വരുന്ന ബാലൻ അവിടെ വീണ് കിടക്കുന്ന അലോകനെ കണ്ട് ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. ഇവനെങ്ങനെ ഇവിടെ വന്നു, ഇവനെന്താ ഇങ്ങനെ കിടക്കുന്നത് എന്ന് ബാലൻ അപ്പം ചോദിക്കും. അപ്പം സുഗിനി പറയും, അവൻ അങ്ങനെ കിടക്കുന്നതല്ല ബാലേട്ട, അവൻ മരിച്ചതാ. മരിക്കയോ? അതെ ബാലേട്ട, അവന് ശ്വാസമില്ല, ഞാൻ നോക്കിയതാ. ഇനി നമ്മൾ എന്താ ചെയ്യുക? കൃഷ്ണമംഗലത്തുള്ള ആരെങ്കിലും ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ബാലേട്ട എന്ന് ചോദിക്കുകയാണ് സുകന്യ. അപ്പോൾ ഗോമതിയെ ബാലൻ ഇങ്ങനെ നോക്കും. അപ്പോൾ ഗോമതി കരഞ്ഞുകൊണ്ട് നിൽക്കുക. ബാലേട്ട, നമ്മുടെ കുടുംബം ആകെ തകർന്നു തരിപ്പണമായി, നമ്മൾ എങ്ങനെ ഇനി രക്ഷപ്പെടുത്തും നമ്മുടെ കുടുംബത്തെ എന്നും പറഞ്ഞ് കരയാണ്. മീനുവും ദേവിയും എവിടെ എന്ന് അപ്പോൾ ഗോമതിയോട് ചോദിക്കും. മീനു ദേവിയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിരിക്കുക. ദേവിയും കൊണ്ട് ആശുപത്രിയിൽ പോകുകയോ? ദേവിമോൾക്ക് എന്താ പറ്റിയത്? ഗോമതി, നീ എന്നോട് സത്യം പറ. അത് ദേവി ഒന്ന് വീണു ബാലേട്ട. ഇവനിവിടെ വന്ന് പ്രശ്നമുണ്ടാക്കി. ഉന്തിനും തള്ളിനും ഇടയിൽ ദേവിമോളുടെ വയറ് ചെന്ന് സോഫയിൽ ഇടിച്ചു. അങ്ങനെ ദേവി വീണപ്പം ചുറ്റും രക്തം പടർന്നു. ആ ഉന്തിനും തള്ളിനും ഇടയിൽ ഞങ്ങൾക്ക് ദേവിയെ പിടിച്ചു മാറ്റാൻ പോലും പറ്റിയില്ല ബാലേട്ട. അവൻ എന്നെ കൊല്ലാൻ നോക്കി, എൻ്റെ കഴുത്തിന് പിടിച്ചു ഞെരിച്ചു. അപ്പം പിന്നിൽ നിന്ന് മീനു അവനെ അടിച്ചു വീഴ്ത്തിയ എന്നെ രക്ഷിച്ചത് എന്ന് ഗോമതി ഒരു വിധത്തിൽ കരച്ചിലിനിടയിൽ പറയൂട്ടോ. ഇത്രയും കാര്യങ്ങളൊക്കെ ഇവിടെ സംഭവിച്ചിട്ട് നിനക്ക് എന്നെ ഒന്ന് വിളിച്ചറിയിക്കാൻ തോന്നിയില്ലേ ഗോമതി എന്ന് ചോദിക്കുക. എനിക്കപ്പം എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. എന്നിട്ട് ഞാനിവിടെ വന്നപ്പം ഇതൊക്കെ എന്നിൽ നിന്ന് മറച്ചു പിടിക്കാനാണോ നീ ശ്രമിച്ചത്? ഇതിൻ്റെയൊക്കെ ഭവിഷ്യത്ത് എന്താണെന്ന് നിനക്കറിയാവോ? നിന്നെക്കൊണ്ട് തന്നെ ഇതൊക്കെ തരണം ചെയ്യാൻ പറ്റുമോ? എനിക്കൊന്നും അറിയില്ല ബാലേട്ട. അപ്പം സുഗിനി പറയും, ഞാനാ പെട്ടെന്ന് ബാലേട്ടനോട് പറയണ്ടെന്ന് പറഞ്ഞത്. എന്നോട് പറയണ്ടെന്ന് പറഞ്ഞിട്ട് എന്തായിരുന്നു സുഗന്യെ നിന്റെ പ്ലാൻ? നീ ഇവനെ കൊണ്ട് എന്ത് ചെയ്യാൻ പോകുമായിരുന്നു? അപ്പം സുഗന്യ തലയും കുമ്പിട്ട് നിൽക്കുക. ഞാനൊരു കാര്യം പറയാം. ഇവനെ പിന്നിൽ നിന്ന് വീഴ്ത്തിയ കാര്യം മീനാക്ഷിയാണെന്ന് ആരും അറിയാൻ പാടില്ല. നമ്മുടെ നാവിൽ നിന്ന് അത് പുറത്ത് കടക്കാനും പാടില്ല എന്ന് പറയുമ്പോൾ സുഗന്യ തല താഴ്ത്തി നിൽക്കുക. സുഗന്യക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? നിന്റെ നാവിൽ നിന്ന് ആരും, കൃഷ്ണമംഗലത്തുള്ള ഒരാളും ഇതിനെപ്പറ്റി അറിയാൻ പാടില്ലെന്ന്. നമ്മൾ അലോകനെ കണ്ടിട്ടുമില്ല, അവൻ ഇവിടെയോട്ട് വന്നിട്ടുമില്ല. മനസ്സിലായോ ഞാൻ പറയുന്നേ എന്ന് ബാലൻ ഇച്ചിരി ശബ്ദമുയർത്തി തന്നെ സുഗന്യോട് പറയണം. അതേസമയം അനുമോളാണ് ആകെ കരഞ്ഞ് തകർന്ന് നിൽക്കുകയാണ്. താൻ ഒറ്റ ഒരാൾ കാരണമാണ് തൻ്റെ കുടുംബത്തിന് ഇത്രയും വലിയ ദുരന്തങ്ങൾ സംഭവിച്ചത്, അലോകനെ ഗതി വന്നത് എന്ന കുറ്റബോധം കൊണ്ട് അനുവിന് നേരെ നിൽക്കാൻ പോലും സാധിക്കുന്നില്ല കേട്ടോ. അപ്പം അനുമോളുടെ അടുത്തേക്ക് ബാലൻ ചെല്ലുക. മോൾ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? അല്ല, ഇവനെന്തിനാ ഇവിടെ വന്നത്? ഇവനെ ഇവിടെ വരാൻ ആരെങ്കിലും സഹായിച്ചോ? അപ്പോൾ ഗോമതി പറയും, എനിക്കൊന്നും അറിയില്ല ബാലേട്ട. ഇവനിവിടെ കയറി വന്നതോ അനുമോളുടെ റൂമിൽ കയറിയതോ ഒന്നും ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് പറയുമ്പം ബാലന് സംശയം തോന്നുക. ആരും അറിയാതെ അവൻ ഈ റൂമിൽ കയറണമെങ്കിൽ അങ്ങനെ അവനെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ലല്ലോ. ഒരാളിലും സഹായിക്കാതെ അതെങ്ങനെ അവൻ ചെയ്യുക എന്ന് പറയുമ്പം സുഗന്യയും അനുവും പരസ്പരം പതർച്ചയോടെയും പേടിയോടെയും നോക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് ബാലൻ ബോധം വന്നതുപോലെ മീനുവിനെ ഫോൺ വിളിക്കുകയാണ്. അപ്പം മീനു ബാലൻ്റെ നമ്പർ കാണുമ്പം എടുക്കുക. അച്ഛ എന്ന് പറഞ്ഞ്, മോളെ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ദേവിമോക്ക് ഇപ്പം എങ്ങനെയുണ്ട്? ഡോക്ടർ എന്താ പറഞ്ഞത്? ദേവിമോളും കുഞ്ഞും സേഫ് ആണല്ലോ അല്ലേ എന്നാ ബാലൻ ചോദിക്കുക. അത് കേൾക്കുമ്പോൾ മീനു പറയും, എനിക്കൊന്നും അറിയില്ല അച്ഛ. ഡോക്ടർ ദേവിയെടുത്ത് സ്കാനിങ്ങിനായിട്ട് കയറ്റിയിരിക്കുക. കുഴപ്പം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇച്ചിരി ക്രിട്ടിക്കലാണെന്നാണ് പറയുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞാനിവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന് പറയുമ്പോൾ മോൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാൻ ഇപ്പം തന്നെ അങ്ങോട്ട് വരാം എന്ന് ബാലൻ പറയും. അപ്പം ചോദിക്കും, മീനുവിനാണെങ്കിൽ അലോകൻ്റെ കാര്യം ചോദിക്കണമെന്നുണ്ട് കേട്ടോ. പക്ഷെ ബാലനോടായതുകൊണ്ട് ചോദിക്കാതെ ഫോൺ കട്ട് ചെയ്യണം. ഇതേ സമയം ആകെ ഭ്രാന്ത് പിടിച്ച പോലെ ഹോസ്പിറ്റലിലേക്ക് വരികയാണ് ആനന്ദ്. ആനന്ദിൻ്റെ തിടുക്കൊക്കെ കാണുമ്പം മീനു എന്ത് പറയണം ആനന്ദിനോട് എന്നറിയാതെ നിൽക്കുകയാണ്. മീനു, എന്തിനാ നീ എന്നോട് ഹോസ്പിറ്റലിലേക്ക് വരാൻ പറഞ്ഞത്? ദേവി ഉണ്ടോ? ദേവിക്ക് എന്തെങ്കിലും പറ്റിയോ എന്നൊക്കെ ഇങ്ങനെ ആകെ തിടുക്കുക. അത് ആനന്ദേട്ട, എന്താ മീനു എന്നെ ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കാതെ? നീ കാര്യം പറയുന്നുണ്ടോ? അത് ദേവിയടുത്തി ഒന്ന് വീഴുകയോ? എന്തൊക്കെയാ നീ പറയുന്നത്? എന്നിട്ട് ദേവി ഇപ്പൊ എവിടെ? സത്യം പറ, എന്താ സംഭവിച്ചത്? ദേവി എങ്ങനെയാ വീഴുക? നിങ്ങൾ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നത് അതല്ലേ എന്ന് ചോദിക്കുക. അത് ഞാൻ എന്താ ആനന്ദേട്ടനോട് പറയുക എന്നും പറഞ്ഞ് അലോകിൻ്റെ കാര്യം പറയണോ വേണ്ടയോ എന്നൊന്നും അറിയാതെ മീനു ആകെ സ്തംഭിച്ച് നിൽക്കുക. അതേസമയം പെട്ടെന്ന് നമ്മുടെ ആനന്ദ് പറയും, ഞാനെന്നാ ഒന്ന് ഡോക്ടറെ കയറി കാണട്ടെ എന്ന് പറഞ്ഞ് ഉള്ളിലേക്ക് കയറി പോവാണ് കേട്ടോ. ഉള്ളിലേക്ക് ചെല്ലുമ്പം നേഴ്സിനോട് ചോദിക്കും, ദേവി ഇവിടെ വന്നിരുന്ന പേഷ്യൻ്റ് ശ്രീദേവി ഇപ്പം കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? സ്കാനിങ്ങിന് കൊണ്ടുപോയിക്കുക, റിസൾട്ട് വന്നാലേ പറയാൻ പറ്റുള്ളൂ എന്ന് നേഴ്സ് അപ്പോൾ പറയും കേട്ടോ. അത് കേൾക്കുമ്പം ആകെ പ്രതീക്ഷയറ്റതുപോലെ നമ്മുടെ ആനന്ദ് മീനുവിൻ്റെ അടുത്തായിട്ട് വന്നിരിക്കുകയാണ്. എന്നിട്ട് കരയാ, എൻ്റെ കുഞ്ഞിനും ദേവിക്കും ഒരു കുഴപ്പം ഉണ്ടാകാതിരുന്നാൽ മതിയായിരുന്നു. മീനു, എന്താ സംഭവിച്ചത്? അങ്ങനെ വീഴാൻ അവൾക്ക് എന്താ പറ്റിയത്? നിങ്ങളെല്ലാവരും ചുറ്റുമുള്ളപ്പം ഒരു അശ്രദ്ധ പോലും ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. എങ്കിലും എനിക്ക് അറിയാനായിട്ടുള്ള ആഗ്രഹം കൊണ്ട് ചോദിക്കുക. ദേവിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ?
ഒരു കുഴപ്പം ഉണ്ടാവില്ല, ആനന്ദേട്ടൻ ഇങ്ങനെ സങ്കടപ്പെടല്ലേ, ദേവിയെടുത്തും കുഞ്ഞിനും ഒരു ആപത്ത് സംഭവിക്കില്ല എന്ന് പറഞ്ഞ് മീനു സമാധാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഇതേ സമയം പെട്ടെന്ന് വീട്ടിൽ നമ്മുടെ ബാലൻ പറയും, അവിടെ ദേവിക്ക് ഇച്ചിരി സീരിയസ് ആണെന്നാണ് പറയുന്നത്, നമുക്ക് എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് പോകണം. എന്നിട്ട് സുകന്യയോടും അനുവിനോടും പറയും, നിങ്ങൾ തൽക്കാലം ഇവിടെ തന്നെ നിൽക്കുക, ഞാനിപ്പം ആശുപത്രിയിൽ പോയി അവിടുത്തെ വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ട് വരാം. ദേ ആര് വന്നാലും വാതിൽ തുറക്കാൻ പാടില്ല, നിങ്ങളിവിടെ അകത്ത് തന്നെ ഇരിക്കണം. സുകന്യെ നിന്നോടും കൂടിയാണ് പറയുന്നത്, നീ കൃഷ്ണമംഗലത്ത് പോവുകയോ അവിടെയുള്ള ആരെയും വിളിക്കുകയോ ചെയ്യരുത്. ഇല്ല ബാലേട്ടൻ എന്നോട് അന്ന് പോവരുതെന്ന് പറഞ്ഞ പിന്നെ ഞാൻ അവിടേക്ക് പോവാറേ ഇല്ല. രാജശ്രീ നിന്റെ ബന്ധുവാണെന്ന് എനിക്കറിയാം, അതുകൊണ്ടുകൂടിയാണ് ഞാൻ പറയുന്നത്. അവിടുന്ന് ആരെങ്കിലും നിന്നെ വിളിച്ചാൽ നീ ഫോൺ എടുക്കാൻ പാടില്ല. നീ അനുമോളെയും നോക്കി ഇവിടെ തന്നെ നിൽക്കണം. ഞാൻ വന്നതിന് ശേഷം ഇവിടുത്തെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിക്കൊള്ളാം. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഞാൻ വന്ന് വിളിക്കാതെ നിങ്ങൾ വാതിൽ തുറക്കാനും പാടില്ല എന്ന് പറയാണ് കേട്ടോ. പേടിച്ച് വരച്ച് നിൽക്കുക. അച്ഛ അത് എന്നും പറഞ്ഞ് അനു അങ്ങനെ നിൽക്കുമ്പം അനുവിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കുകയാണ് ബാലൻ. അനുവിൻ്റെ പ്രവൃത്തി കൊണ്ടാണോ ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ള സംശയമൊക്കെ ബാലൻ ഉണ്ടാകുന്നുണ്ട്. അപ്പം ഗോമതി പറയും, ബാലേട്ട ദേവിമോക്ക് സീരിയസ് ആണോ? എന്താ മീനു വിളിച്ച് പറഞ്ഞത്? ദേവിമോക്ക് കുഴപ്പമൊന്നുമില്ല, നമുക്കൊന്ന് ആശുപത്രി വരെ പോകാം എന്ന് പറഞ്ഞ് ഗോമതിയും കൂട്ടിക്കൊണ്ട് ബാലൻ നേരെ ആശുപത്രിയിലേക്ക് പോവാം. അപ്പോഴത്തേക്കും ഗോമതി ചോദിക്കും, ബാലേട്ട അലോക് ഇവിടെ കിടക്കുമ്പം പ്രശ്നമാവില്ലേ? ഒരു പ്രശ്നമാവില്ല, നമുക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വരാം, എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്യാം. ദേ നിങ്ങൾ ആരും അലോകിനെ കണ്ടിട്ടുമില്ല, അവനെ വിട്ട് വിളിച്ചിട്ടുമില്ല, ആ രീതി മാത്രമേ നിൽക്കാവുള്ളൂ. സുകന്യക്ക് ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് വീണ്ടും പോവാണ് കേട്ടോ. അപ്പോൾ ആശുപത്രിയിലേക്ക് എത്തിക്കഴിയുമ്പോഴത്തേക്കും ഓടി ചെല്ലുക. അയ്യോ, അപ്പോൾ അതേ സമയം തന്നെ നമ്മുടെ മീന് വിളിച്ച പ്രകാരം ആകാശും ആര്യനും ഒക്കെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. അപ്പം ദേവിയെടുത്തിട്ട് കാര്യം അറിയാതെ എല്ലാവരും ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. നമ്മുടെ ആനന്ദാണെങ്കിൽ കരഞ്ഞ് ആകെ ഒരു കോലം കെട്ടി. അപ്പോഴത്തേക്കും ബാലൻ ചെല്ലുമ്പോഴത്തേക്കും അച്ഛാ എന്നും പറഞ്ഞ് ആനന്ദ് ഓടി വരിക. അച്ഛാ എനിക്ക് എൻ്റെ ദേവി എൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെടുമോ അച്ഛാ എന്നും പറഞ്ഞ് കരയുവേ. അപ്പം ബാലൻ പറയും, ഇല്ല മോനെ, ഒരു കുഴപ്പവും സംഭവിക്കില്ല, ദേവിമോളും കുഞ്ഞിനും ഒരു ആപത്തും ദൈവം വരുത്തില്ല, നീ സമാധാനമായിട്ടിരിക്കുക, നീ ഇങ്ങനെ സങ്കടപ്പെടല്ലേ എന്നും പറഞ്ഞ് ആനന്ദിനെ ആശ്വസിപ്പിക്കുക. അപ്പം ആനന്ദ് അടുത്തായിട്ട് ആര്യനും ആകാശവും ഒക്കെ വന്നിരിക്കും. ഏട്ടാ ഒരു കുഴപ്പം ഉണ്ടാവില്ല, ഏട്ടൻ ഇങ്ങനെ ആകെ തകർന്ന പോലെ ഇരിക്കല്ലേ എന്നും പറഞ്ഞ് സമാധാനപ്പെടുത്തുകയാണ് കേട്ടോ. എന്നാൽ ആരുടെയും വാക്കുകൾക്ക് ഒരു സമാധാനവും നമ്മുടെ ആനന്ദിന് നൽകുന്നില്ല. ഇതെന്താ ഡോക്ടർ വരാത്തത്? ഡോക്ടർ വന്ന് ദേവിക്കൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ മാത്രമേ എനിക്ക് സമാധാനം ഉണ്ടാകുള്ളൂ. ഇതേസമയം ഗോമതി പ്രാർത്ഥിക്കുക, ഈശ്വര അറിഞ്ഞുകൊണ്ട് ആരോടും ഒരു തെറ്റും ഞാനും എൻ്റെ കുടുംബവും ചെയ്തിട്ടില്ല, ഇത്രയും വലിയൊരു ആപത്ത് എൻ്റെ കുടുംബത്തിൽ വരാൻ മാത്രം എന്ത് തെറ്റ് ചെയ്തിട്ടാ എന്നും പറഞ്ഞ് കരയുക. ദൈവമേ കൈവിടല്ലേ, എൻ്റെ ദേവിമോളും കുഞ്ഞും ഒരാപത്തും കൂടാതെ തന്നെ ഞങ്ങൾക്ക് കിട്ടണേ എന്ന് പറഞ്ഞ് മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക. അപ്പം മീന് പറയും, അമ്മ പേടിക്കണ്ട അമ്മേ, ഒരു കുഴപ്പം ദേവിയടുത്തേക്ക് സംഭവിക്കില്ല, നമ്മുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടല്ലോ. അമ്മേ അവിടുത്തെ കാര്യം എന്തായി? ആ അലോകേറ്റ് പോയോ അമ്മേ എന്ന് ചോദിക്കുക. അത് കേൾക്കുമ്പം ഗോമതി എന്ത് പറയണമെന്നറിയാതെ തൊട്ടടുത്ത് നിന്ന ബാലനെ നോക്കുമ്പം ബാലൻ കണ്ണ് കാണിക്കുകയാണ്. അവിടെ കുഴപ്പമൊന്നും ഇല്ല മോളെ, അച്ഛൻ അറിഞ്ഞോ എന്ന്. അപ്പം മീനു പതി ഗോമതിയോട് ചോദിക്കും, ഞാൻ ബാലേട്ടനോടെല്ലാം പറഞ്ഞു മീനു, അല്ലാതെ നമ്മൾ എന്ത് ചെയ്യാനാ? അവിടെ കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? അലോക് എഴുന്നേറ്റ് പോയില്ലേ? അവന് വേറെ ആപത്തൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് ചോദിക്കാം. അത് പിന്നെ എന്നും പറഞ്ഞ് ഗോമതി വീണ്ടും മീനുവിനോട് എന്ത് പറയണമെന്നറിയാതെ നിൽക്കുമ്പോൾ ബാലൻ പറയും, ഏയ് അവനൊരു കുഴപ്പമില്ല, അവനിപ്പോൾ ഏറ്റുപോയി എന്ന് മീനുവിനെ ഒന്ന് സമാധാനിപ്പിക്കാനായിട്ട് ബാലൻ പറയാം. സുകന്യ ചേച്ചിയും അനുമോളും അവരവിടെയുണ്ട്, അവരെ വീട്ടിൽ നിർത്തിയിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നതാ മോളെ എന്ന് അപ്പോൾ ഗോമതി പറയൂട്ടോ. അപ്പം അലോക് എഴുന്നേറ്റ് പോയെന്ന് കേൾക്കുമ്പോൾ മീനുവിനൊരു സമാധാനമൊക്കെ അതേസമയം എല്ലാവരും ഉള്ളൊരുക്കി പ്രാർത്ഥനയോടുകൂടി പുറത്ത് ദേവിയേക്ക് കുഴപ്പമൊന്നും ഇല്ല എന്ന് പറയുന്നത് കേൾക്കാനായിട്ട് കാത്തിരിക്കുകയാണ്. പെട്ടെന്നാണ് ഡോക്ടർ അങ്ങോട്ട് വരുന്നത്. ഡോക്ടറെ കാണുമ്പം തന്നെ ഗോമതിയും ബാലനും ആനന്ദും കൂടി ഓടിച്ചില്ല. ഡോക്ടർ എൻ്റെ ദേവിക്ക് ഒരു കുഴപ്പമില്ലല്ലോ അല്ലേ, എൻ്റെ കുഞ്ഞ് ഒരു കുഴപ്പമില്ലല്ലോ അല്ലേ എന്ന് ചോദിക്കുമ്പം ഡോക്ടർ ആനന്ദിൻ്റെ കോലമൊക്കെ കാണുമ്പം ആ ചെറുപ്പക്കാരനോട് വല്ലാത്ത സഹതാപം തോന്നുകയാണ് കേട്ടോ. അപ്പോൾ ഡോക്ടർ പറയും, ദേവി സേഫാ, കണ്ണ് തുറന്നിട്ടുണ്ട്, ഒരു കുഴപ്പവും ഇല്ല എന്ന് പറയുമ്പം ഗോമതി മീനും ആശ്വാസത്തോടെ പ്രാർത്ഥിക്കുക, ഈശ്വര നീ എൻ്റെ പ്രാർത്ഥന കേട്ടല്ലോ എന്ന് ഗോമതി പറയാം. അപ്പം മീനു എടുത്ത് ചോദിക്കും, കുഞ്ഞിനും കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ ഡോക്ടർ എന്ന് പറയുമ്പം ആനന്ദും അതെ ഡോക്ടർ എൻ്റെ കുഞ്ഞ് എന്ന് ചോദിക്കുമ്പം ആനന്ദിൻ്റെ മുഖത്ത് നോക്കി എങ്ങനെ പറയും എന്നുള്ള ടെൻഷനോട് കൂടി തന്നെ ഡോക്ടർ പറയാണ്, അത്
ദേവിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ആ കുഞ്ഞിനെ നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ ഡോക്ടർ എന്താ ഈ പറയുന്നേ, എൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെടുവോ? ഏയ് അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നും പറഞ്ഞ് ആനന്ദൊരു ഭ്രാന്തനെ പോലെ നിന്ന് കരയാണ്. അപ്പം ഡോക്ടർക്കും ആകെ വല്ലാതാവുകയാണേ. അത് കാണുന്ന ആര്യനും ആകാശം കൂടി ഓടി വരും. എന്നിട്ട് ആനന്ദിനെ പിടിക്കുക. ഏട്ടാ ഇങ്ങനെ കരയല്ലേ, ദേവിയടുത്തേക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ, നമ്മുടെ ആ കുഞ്ഞിന് അത്രയും ആയുസേ വിധിച്ചിട്ടുള്ളൂ എന്നോർത്ത് സമാധാനിപ്പിക്കേട്ടാ എന്നും പറഞ്ഞ് എന്ത് പറയണമെന്നറിയാതെ അവരൊക്കെ നിൽക്കുകയാണ്. അപ്പം ആനന്ദാണെങ്കിൽ അവൻ മേടിച്ചുകൊണ്ട് വന്ന ആ കുഞ്ഞുടുപ്പുകളെല്ലാം പിടിച്ച് പൊട്ടിക്കരയാ. എൻ്റെ കുഞ്ഞിന് വേണ്ടി ഞാൻ എത്ര ആശിച്ച് മേടിച്ചതാ, എൻ്റെ ലോകം തന്നെ അവനെ ചുറ്റി ആയിരുന്നില്ലേ. ഇങ്ങനെ ആശിച്ച് കൊതിപ്പിക്കാനായിട്ടാണെങ്കിൽ എനിക്ക് എന്തിനാ ദൈവമേ നീ ആ കുഞ്ഞിനെ നൽകിയത് എന്നും പറഞ്ഞ് ആനന്ദ ആശുപത്രിയുടെ ആ തറയിലേക്ക് ഇരുന്ന് പൊട്ടിക്കരയാണ് കേട്ടോ. തൻ്റെ മകൻ്റെ തകർന്ന് തരിപ്പണമായ ഈ കോലം കാണുമ്പം ആലോകിനോടും കുടുംബത്തോടും വല്ലാത്തൊരു ദേഷ്യം തോന്നുവാണ് ബാലന്. അപ്പോൾ ബാലനും ഗോമതിയും കൂടി അടുത്തേക്ക് ചെല്ലുക. മോനെ നീ ഇങ്ങനെ കരയാതെ, നമുക്ക് ഇത്രയും ഭാഗ്യ ദൈവം വിധിച്ചിട്ടുള്ളതെന്ന് നീ കരുതടാ, നീ ഇങ്ങനെ സങ്കടപ്പെടല്ലേ, നീ ഇങ്ങനെ തകർന്നു നിന്ന ദേവിമോളെ അതെന്തുമാത്രം കുഞ്ഞിനെ നഷ്ടപ്പെട്ട ഒരമ്മ അവളുടെ വേദന നമ്മൾ എങ്ങനെ മറികടക്കും, നീ വേണ്ടേ അവൾക്ക് ആശ്വാസം നൽകാനായിട്ട് എന്നൊക്കെ ഗോമതിയും ബാലനും കൂടി പറയാണ് കേട്ടോ. ഞാൻ എങ്ങനെയാ അച്ഛ അയാൾക്ക് ആശ്വാസമാവുക, എനിക്ക് സ്വയം ആശ്വസിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ. എങ്കിലും എൻ്റെ കുഞ്ഞ് അവൻ വരുന്നതും കാത്ത് എത്ര സന്തോഷത്തോടെ ഞാൻ ഇരുന്നതാ. ഇത് കണ്ടോ അച്ഛ, ഇന്ന് തന്നെ എൻ്റെ കുഞ്ഞിന് വേണ്ടി ഞാൻ മേടിച്ച ഉടുപ്പുകളാ, ഇതൊക്കെയാണ് ഞാൻ ആർക്ക് കൊടുക്കാനാ എന്ന് പറയാ. അന്ന് അമ്മ പറഞ്ഞ പോലെ ഞാൻ ആ തൊട്ടിലൊന്നും മേടിക്കാൻ പാടില്ല, അതിൻ്റെ ദോഷം കൊണ്ടാണോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് പറയുമ്പം ഗോമതി വല്ലാതെ നിൽക്കുക. ഇല്ല മോനെ, അങ്ങനെയൊന്നും മേടിച്ചെന്നും കരുതി ഒരു ദോഷവും ഇല്ല, നീ ഇങ്ങനെയൊന്നും പറയല്ലേ, നമ്മുടെ കുഞ്ഞിന് ഇത്രയും ആയുസേ ഉണ്ടായിരുന്നുള്ളൂ, എൻ്റെ മോനൊന്ന് സമാധാനപ്പെടുക എന്ന് പറഞ്ഞ് ഗോമതി അടുത്തേക്ക് ചെല്ലുക. എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചത്, അവൾ എങ്ങനെയാ വീണതാന്ന് മീനു പറഞ്ഞു, എന്താ അമ്മേ സംഭവിച്ചത് എന്ന് ആനന്ദ് വീണ്ടും കരഞ്ഞുകൊണ്ട് ചോദിക്കുമ്പം ഗോമതി എന്തു പറയണമെന്നറിയാതെ നിൽക്കുകയാണേ. അപ്പോൾ ബാലനും മിണ്ടാതെ നിൽക്കുക. അപ്പം ആനന്ദാണെങ്കിൽ ആ കുഞ്ഞുടുപ്പുകളും നെഞ്ചോട് ചേർത്ത് വെച്ച് ഒരു പൊട്ടി കരയുക. ഇത് കാണുമ്പോൾ ചുറ്റുമുള്ള എല്ലാവർക്കും ആകെ സങ്കടം വരിക. വിടെന്നെ എന്നും പറഞ്ഞ് എങ്ങോട്ടോ കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകാൻ നോക്കുന്ന ആനന്ദിനെ നമ്മുടെ ആകാശം ആരനും കൂടി ചെന്ന് പിടിച്ചു നിർത്തുകയാണ്. ഏട്ടനൊന്ന് സമാധാനപ്പെടുക. ഞാൻ എങ്ങനെയാണ് സമാധാനപ്പെടുക, ആ കുഞ്ഞ് ജനിക്കുന്നതും കാത്ത് കുഞ്ഞുടുപ്പുകളും മേടിച്ച് കാത്തിരുന്ന അച്ഛന് ഇനി അവനില്ല എന്നുള്ള സത്യം എങ്ങനെ ഉൾക്കൊള്ളാനാകും, എനിക്ക് സാധിക്കുന്നില്ലടാ, എനിക്ക് ഈ സങ്കടമൊന്നും അതിജീവിക്കാനുള്ള കരുത്തില്ല, നിങ്ങളുടെ ഏട്ടൻ അത്ര കരുത്തനൊന്നുമല്ല എന്നും പറഞ്ഞ് ആ ആകാശിനെ കെട്ടിപ്പിടിച്ച് കരയാണ് കേട്ടോ. അപ്പോൾ ഈ അവസ്ഥയെല്ലാം കണ്ടു കഴിയുമ്പം മീനുവിനും എന്ത് ചെയ്യണം, എന്ത് പറഞ്ഞ് ഇവരെ ആശ്വസിപ്പിക്കണം എന്ന് അറിയത്തില്ല. അപ്പം ബാലനാണെങ്കിൽ ഡോക്ടറെ അടുത്തോട്ട് ചെന്നിട്ട് ചോദിക്കുകയാണ്, ദേവിമോളെ ഇവിടെ അഡ്മിറ്റ് ആക്കേണ്ടി വരുമോ എന്ന് ചോദിക്കുമ്പം ഡോക്ടർ പറയും, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ദേവിക്ക് ക്ഷീണമൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വൈകുന്നേരം തന്നെ ഡിസ്ചാർജ് ചെയ്യാം എന്ന് പറയാം, നല്ല റെസ്റ്റ് വേണം, ആ കുട്ടിയെ ശ്രദ്ധിക്കണം, ആകെ വല്ലാത്തൊരവസ്ഥയിലൂടെ പോകുന്നത്, കുഞ്ഞ് നഷ്ടപ്പെട്ടു എന്നുള്ള വിവരം ഞങ്ങൾ അറിയിച്ചിട്ടില്ല, അതറിഞ്ഞാൽ അത് അതിജീവിക്കാൻ ആ കുട്ടിക്കും കുറച്ച് കഷ്ടപ്പാടായിരിക്കും എന്ന് പറയാം. അപ്പം മീനു ഓടി വന്നിട്ട് പറയും, ഞങ്ങൾ നോക്കിക്കോളാം, ഞങ്ങളുടെ ഏടത്തേക്ക് കുഴപ്പമില്ലാതെ തന്നാൽ മതി ഡോക്ടറെ എന്ന് പറയാം. ദേവിക്ക് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല, പക്ഷേ ആ കുട്ടിക്ക് നല്ല മെൻ്റൽ സപ്പോർട്ടാണ് ഇപ്പം വേണ്ടത്, നിങ്ങൾ അവൾക്ക് വേദന വരുന്ന രീതിയിൽ ഒന്നും സംസാരിക്കരുത് എന്ന് പറയാം. അപ്പം ഗോമതി കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണേ. അപ്പോൾ ഗോമതിയുടെ അടുത്തേക്ക് മീന് ചെല്ലുക. അമ്മയും കൂടി ഇങ്ങനെ തകർന്നാൽ എന്താ ചെയ്യുക, നമ്മുടെ കുടുംബം അത് നമുക്ക് വീണ്ടെടുക്കണ്ടേ അമ്മേ. ഇപ്പം ദേവിയെടുത്തിയും ആനന്ദേട്ടനും ആകെ തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുക. ദേവിയെടുത്തിയും ആനന്ദേട്ടനും ആ കുഞ്ഞിനെ എന്തുമാത്രം ആഗ്രഹിച്ചതാ, അവരുടെ ജീവിതം പോലും അതിനെ ചുറ്റിപ്പറ്റിയായിരുന്നു. നമുക്ക് ഓരോരുത്തർക്കും വേദന തന്നെയാണെങ്കിലും അവരുടെ ഈ വേദനയെ മറികടക്കാൻ അവരെ സഹായിക്കാൻ നമുക്ക് മാത്രമേ സാധിക്കുള്ളൂ. അതുകൊണ്ട് ദേവിയേടത്തിയുടെ മുന്നിൽ ഇങ്ങനെ കരഞ്ഞൊന്നും നിൽക്കരുത്, അമ്മ സ്ട്രോങ് ആയിട്ട് നിൽക്കണം, നീ കുഞ്ഞുങ്ങൾ ഉണ്ടാകുമെന്നും ഉള്ള പ്രതീക്ഷ ദേവിയെടുത്തേക്ക് കൊടുക്കണം. അമ്മയ്ക്ക് ഞാൻ പറയുന്ന മനസ്സിലാകുന്നുണ്ടോ എന്ന് ഗോമതിയോട് മീന് ചോദിക്കുകയാണ്. അതിന് നമ്മളെല്ലാവരും ഇങ്ങനെ തകർന്ന് നിന്നാൽ സാധിക്കില്ല അമ്മേ, നമുക്ക് എങ്ങനെയെങ്കിലും ആനന്ദേട്ടനെയും ദേവിയെടുത്തിനെയും ഈ കയത്തിൽ നിന്ന് കരകയറ്റണം എന്ന് പറയാം. അപ്പം ആര്യനും വന്ന് പറയാം, അതെ മീനു എടുത്ത് പറഞ്ഞത് ശരിയാ, നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്ത് നിന്നാൽ മാത്രമേ ഈ ദുഃഖത്തിൽ നിന്ന് ദേവിയെടുത്തെയും ആനന്ദേട്ടനെയും നമുക്ക് രക്ഷിക്കാനായിട്ട് സാധിക്കുള്ളൂ, അല്ലെങ്കിൽ അവർ വല്ലാത്തൊരവസ്ഥയിലേക്ക് പോകും എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ബാലനാണെങ്കിൽ ആകെ തകർന്നിങ്ങനെ നിൽക്കുക. ഒരിടത്ത് ദേവിയുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ട കാര്യം കാരണം താനൊരു മുത്തച്ഛനാവാൻ പോകുന്നതിൽ അത്രയേറെ ആനന്ദിച്ച ആളാണ്. ദേവിയുടെ ഓരോ ഇഷ്ടങ്ങളും കണ്ടറിഞ്ഞ് ദേവിക്ക് വേണ്ടി ഓരോ പലഹാരങ്ങളും ഫ്രൂട്ട്സും ഒക്കെ അത്ര ഇഷ്ടത്തോടെ
സ്നേഹത്തോടെ വാങ്ങിച്ചു കൊടുത്ത് ആ കുഞ്ഞിൻ്റെ വരവിനായി കാത്തിരുന്ന ഒരു മുത്തശ്ശനായിരുന്നു നമ്മുടെ ബാലനും. അപ്പോൾ ആ കുഞ്ഞിനി ഇല്ല എന്നുള്ള തിരിച്ചറിവ് ബാലനും വല്ലാത്തൊരു വേദന നൽകുക. അതിൻ്റെ ഇപ്പുറം വീട്ടിൽ അലോക്, അവനെ എന്ത് ചെയ്യും എന്നുള്ള കാര്യം എല്ലാം കൂടി ബാലൻ വല്ലാത്തൊരവസ്ഥയിലേക്ക് നിൽക്കുകയാണ് കേട്ടോ. അപ്പം ആകെ സങ്കടപ്പെട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പം ആരിനടുത്തേക്ക് ചെല്ലുക. അച്ഛൻ ഇങ്ങനെ തകരരുത്, നമ്മുടെ കുടുംബത്തിൻ്റെ ഗൃഹനാഥൻ അച്ഛനല്ലേ, അച്ഛൻ വേണ്ടേ ഞങ്ങൾക്ക് കരുത്ത് തരാൻ, അച്ഛന് മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പം എല്ലാ സത്യങ്ങളും ആകാശിനോടും ആരിനോടും പറയാൻ തന്നെ ബാലൻ തീരുമാനിക്കുക. അപ്പോൾ പെട്ടെന്ന് അവരെയും വിളിച്ച് മാറ്റി നിർത്തിക്കൊണ്ട് ബാലൻ പറയാം, വേറെ ചില പ്രശ്നങ്ങൾ കൂടി ഉണ്ട് എന്നും പറഞ്ഞ് വീട്ടിൽ കിടക്കുന്ന അലോകിൻ്റെ ഡെഡ് ബോഡി ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും പറയാം. ഇത് കേൾക്കുമ്പം ആകാശും ആരിനും ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. അപ്പം മീനുവിൻ്റെ കൈകൊണ്ടാണ് തലയ്ക്ക് അടിയേറ്റത് അലോകൻ എന്ന വാർത്ത കേൾക്കുമ്പം ആകാശ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുക. അച്ഛാ എന്ത് ചെയ്യുക, നമ്മൾ എത്ര നേരം അങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റും എന്ന് പറയാം. എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല, നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. നമ്മുടെ കുടുംബത്തെ തകർക്കാൻ വന്ന അവനെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഒഴിപ്പിക്കണം. ആരും അറിയാനും പാടില്ല. മീനുവിൻ്റെ പേര് അബദ്ധവശാൽ പോലും ആരുടെ വായിൽ നിന്നും വീഴാനും പാടില്ല. അതുകൊണ്ട് നമുക്ക് അവൾക്ക് ഒരു കോട്ടവും തട്ടാത്ത രീതിയിൽ വേണം ഇത് ഹാൻഡിൽ ചെയ്യാൻ എന്ന് ബാലൻ പറയാം. അപ്പോൾ ആകാശ് ബാലനോട് എന്ത് പറയണമെന്നറിയാതെ നിൽക്കുകയാണ്. അപ്പോൾ ആരും പറയും, അച്ഛനൊപ്പം ഞങ്ങളുണ്ട്, അച്ഛൻ പറയുന്ന പോലെ തന്നെ നമുക്ക് ചെയ്യാം എന്ന് പറയാണ്. ആരും ചോദിക്കും, ആനന്ദേട്ടൻ വല്ലാത്തൊരവസ്ഥയിലല്ലേ, ഈ കാര്യങ്ങൾ കൂടിയൊന്നും കേൾക്കാനുള്ള മാനസികാവസ്ഥയിലല്ലല്ലോ ആനന്ദേട്ടൻ, ഇപ്പം നമ്മൾ എങ്ങനെയാണ് ആനന്ദേട്ടനെ ഈ അവസ്ഥയിൽ ഇവിടെ ഒറ്റയ്ക്കാക്കി പോവുക എന്ന് ചോദിക്കുമ്പം പെട്ടെന്ന് ആകാശ് പറയും, നമുക്ക് മാമനെ വിളിച്ചാലോ, മാമനെ വിളിച്ച് ഇവിടെ ആനന്ദേട്ടൻ്റെ അടുത്ത് ആക്കിയിട്ട് നമുക്ക് വേഗം വീട്ടിലേക്ക് പോകാം എന്ന് പറയാണ് കേട്ടോ. അത് കേൾക്കുമ്പം ബാലനും ശരിയാണല്ലോ എന്നും പറഞ്ഞ് ധർമ്മനെ ഫോൺ വിളിച്ച് പെട്ടെന്ന് ആശുപത്രിയിലേക്ക് വരാൻ പറയാണ്. അപ്പം ധർമ്മൻ അപ്പം തന്നെ രാമേട്ടനെ കടയേൽപ്പിച്ച് ആശുപത്രിയിലേക്ക് വരാന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ആകെ പേടിച്ച് ഹോസ്പിറ്റലിലേക്ക് ചേരുക. അവിടെ എത്തിയിട്ട് ബാലനാണെങ്കിൽ കാര്യങ്ങളൊക്കെ ചുരുക്കി ധർമ്മനെ അറിയിക്കുകയാണ് കേട്ടോ. പക്ഷേ വീട്ടിലേക്ക് ഇന്ന കാര്യത്തിന് പോകുന്നതെന്നൊന്നും പറയുന്നില്ല, അത്യാവശ്യമായിട്ട് പോകണം, നീ ആനന്ദിൻ്റെ അടുത്ത് നിൽക്കണം എന്ന് പറയാം. അപ്പോൾ ബാലനും ആര്യനും ആകാശും കൂടി എന്നിട്ട് ഗോമതിയോട് പറഞ്ഞിട്ട് വീട്ടിലേക്ക് പോവാം. അപ്പോൾ ഗോമതിക്ക് കാര്യങ്ങളൊക്കെ അറിയാവുന്നത് കൊണ്ട് വീട്ടിലേക്ക് പോകുന്നതിൽ കൂടുതൽ ചോദ്യമൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ പെട്ടെന്നുള്ള അവരുടെ ഈ പോക്ക് കാണുമ്പോൾ മീനുവിനാകെ സംശയം തോന്നും. ആനന്ദേട്ടനും ദേവിയടുത്തേയും വല്ലാത്തൊരവസ്ഥയിൽ ഈ ആശുപത്രിയിലുള്ളപ്പം അതെന്താ ആര്യനും ആകാശും അച്ഛനും കൂടി ഒന്നും പറയാതെ പോയത്, അമ്മ എന്താ അതിനെ പോകണ്ടെന്ന് പറയാതിരുന്നത്, അതുമോളെ എന്നും പറഞ്ഞ് മീനുവിനോട് എന്തു പറയണമെന്നറിയാതെ ഗോമതി നിൽക്കുക. അമ്മേ സത്യം പറ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ആ അലോക് അവൻ എന്തെങ്കിലും പറ്റിയോ അമ്മേ എന്ന് ചോദിക്കുക. അത് പിന്നെ മോളെ അലോക് ഞങ്ങൾ ആരും വിളിച്ചിട്ട് എഴുന്നേൽക്കുന്നില്ല, അവന് ബോധം വന്നില്ല എന്ന് പറയാം. അത് കേൾക്കുമ്പോഴത്തേക്കും മീനു ആകെ ഞെട്ടിത്തെരിക്കുക. എന്താ അമ്മേ ബോധം വന്നില്ലെന്നോ, അവൻ എഴുന്നേൽക്കുന്നില്ലെന്നോ, അതിനർത്ഥം അവൻ എന്തേലും പറ്റിയോ, എനിക്കറിയില്ല മോളെ, സുകന്യ പറയുന്നേ അവൻ മരിച്ച. അപ്പോൾ മീനുവാണെ കേട്ടത് വിശ്വസിക്കാൻ കഴിയാതെ ഞെട്ടിത്തരിച്ച് നിൽക്കുക. എന്താ അമ്മ ഈ പറയുന്നേ, അവൻ മരിച്ചെന്നോ, എൻ്റെ കൈകൊണ്ടാണോ അമ്മ അവൻ കൊല്ലപ്പെട്ടത്, ഞാനാണോ അമ്മ അവനെ കൊന്നത് എന്നും പറഞ്ഞ് മീനുവാണെ ആകെ ഷോക്കോടുകൂടി നിൽക്കുമ്പോൾ ഗോമതി പറയും, മീനു നീ ഇങ്ങനെ തകരല്ലേ, അവനൊന്നും സംഭവിച്ചു കാണില്ല, നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി ചിലപ്പോൾ അവൻ അങ്ങനെ കിടക്കുന്നതായിരിക്കും, ബാലേട്ടനും ആര്യനും ആകാശം കൂടി ചെന്നിട്ടുണ്ടല്ലോ, അവരതൊക്കെ ഹാൻഡിൽ ചെയ്തോളൂ, മോൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഇവിടെ നമ്മൾ വേണം, നീയാ ഞങ്ങളുടെ ധൈര്യം, ദേ ഇപ്പം ദേവിയെ റൂമിലേക്ക് മാറ്റും, ദേവിക്ക് ധൈര്യം കൊടുക്കേണ്ടത് നീയല്ലേ, ആനന്ദിനെ നോക്കിക്കേ, ആകെ തകർന്ന് തരിപ്പണമായിട്ടുള്ള അവൻ്റെ ഇരിപ്പ് കണ്ടില്ലേ, നമ്മുടെ കുടുംബത്തിന് താങ്ങും തണലും ആവേണ്ട ആളല്ലേ നീ, നിനക്കൊരാപത്ത് സംഭവിക്കില്ല, അവനൊന്നും പറ്റിക്കാണില്ല, അവൻ നമ്മളെ പേടിപ്പിക്കാൻ ഇങ്ങനെ ചെയ്യുന്ന, നീ ഒന്ന് സമാധാനപ്പെടുക എന്നും പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ. പക്ഷെ ഗോമതിയുടെ ആശ്വാസവാക്കുകളൊന്നും മീനുവിന് ഒരു സമാധാനവും കൊടുക്കുന്നില്ല. മീനു ആകെ പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഒരു വശത്ത് ദേവിയുടെ കുഞ്ഞിന് നഷ്ടപ്പെട്ട വേദന, മറുവശത്ത് അലോക് ഉണർന്നില്ല എന്നുള്ള സത്യം ഉൾക്കൊള്ളാനാവാതെ മീനു ഇങ്ങനെ നിൽക്കുന്നു. ഇതേസമയം കൃഷ്ണമംഗലത്താണെങ്കിൽ രാജശ്രീ വീണ്ടും അലോകിനെ വിളിക്കുകയാണ് കേട്ടോ. അപ്പം അലോകിൻ്റെ ഫോൺ എടുക്കാത്ത വരുമ്പം ആകെ ടെൻഷനാവുക. ഈ ചെറുക്കൻ ഇത് എവിടെ പോയി കിടക്കുക, ഞാൻ ഇത്രയും തവണ വിളിച്ചിട്ടും ഇവൻ എന്താ ഫോൺ എടുക്കാത്തത്, എന്നോട് പറയാതെ ഇവൻ ഇങ്ങനെ മാറി നിൽക്കുന്നതല്ലല്ലോ, ദൈവമേ എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചോ എന്നും പറഞ്ഞ് രാജശ്രീ ആകെ കരയാൻ പാകത്തിന് നിൽക്കുമ്പോൾ നന്ദിനി അങ്ങോട്ട് വരിക. എന്താ രാജശ്രീ, എന്തു പറ്റി, അലോകിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലേ? ഇല്ല എടത്തി, ഞാൻ ഒരുപാട് തവണ വിളിച്ചു, അവൻ ഫോൺ എടുക്കുന്നില്ല, ഞാൻ ഇത്രയും തവണ
തവണ വിളിക്കുമ്പോഴൊന്നും അവൻ എടുക്കാതെ ഇരിക്കുന്നതല്ല. എത്ര തിരക്കാണേലും എൻ്റെ ഫോൺ കണ്ട അവൻ അപ്പം തന്നെ അറ്റൻഡ് ചെയ്യുന്നതാ. എൻ്റെ കുഞ്ഞിന് എന്തോ സംഭവിച്ചെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. ഏയ്, അതൊക്കെ നിന്റെ തോന്നലാന്നേ. ഇനി റൂമിൽ അവൻ ഫോൺ മറന്നു വെച്ചിട്ടാണോ പോയിരിക്കുന്നത്? ഫോണ് സൈലൻറ്റിലാണോ കിടക്കുന്നത്? നീ ഒന്ന് പോയി നോക്കിക്കേ എന്ന് പറയുമ്പം രാജശ്രീ റൂമിലേക്ക് ഓടുകയാണ്. പക്ഷേ അലോകിൻ്റെ ഫോണൊന്നും അവിടെ കാണുന്നില്ല. അപ്പം പിന്നാലെ വന്ന് നന്ദിനി ചോദിക്കും, അവിടെ ഉണ്ടോ ഫോൺ? ഇല്ല എടുത്തി, ഇവിടെ ഫോണൊന്നും ഇല്ല. അവൻ ഫോണുമായിട്ട് തന്നെ പോയിരിക്കുന്നത്. പക്ഷെ എന്താ അവൻ ഫോൺ എടുക്കാത്തെ? എന്നാൽ നമുക്കിത് വെച്ചുകൊണ്ടിരിക്കേണ്ട. നമുക്ക് അനന്തേട്ടനെയും അച്യുതനെയും വിളിച്ച് ഇപ്പം തന്നെ കാര്യം പറയാം, അവരൊന്ന് അന്വേഷിക്കട്ടെ എന്ന് പറയാണ്. അത് കേൾക്കുമ്പോൾ രാജശ്രീ പറയും, ഉയ്യോ, എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ച് കാണുമോ എടുത്തി? എനിക്ക് പേടിയാകുന്നു. ഞാൻ ഇനി എന്താ ചെയ്യുക? നീ സമാധാനപ്പെടുക. അവനൊരു ആപത്ത് സംഭവിച്ചെന്നല്ല. അനന്തേട്ടനും അച്യുതനും അന്വേഷിക്കട്ടെ, അത് കഴിഞ്ഞ് നമുക്ക് നോക്കാം. ചിലപ്പം ഇപ്പം തന്നെ അവൻ ഇങ്ങോട്ട് കയറി വരുന്നേ. നീ ധൈര്യമായിട്ടിരിക്കുക എന്ന് പറയുവാണേ. അത് കേൾക്കുന്ന രാജശ്രീ അച്യുതന് ഫോൺ വിളിക്കുക. എന്നിട്ട് ഇത്രയും സമയമായിട്ടും ആലോക് വന്നിട്ടില്ലെന്നും അവൻ ഫോൺ എടുത്തിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അച്യുതനെ അറിയിക്കുക. അത് കേൾക്കുമ്പം അച്യുതനും ആകെ ഒരു ടെൻഷനാവുക. കാരണം അവരൊക്കെ ഫോൺ വിളിക്കുമ്പം അങ്ങനെ എടുക്കാതിരിക്കുന്ന ആളല്ല അലോക്. അതുമാത്രമല്ല, ഇത്രയും സമയമായിട്ടും വീട്ടിൽ മടങ്ങി എത്തിയിട്ടില്ല എന്നൊക്കെ കേൾക്കുമ്പം അച്യുതൻ ആകെ ടെൻഷനാവുകയാണ് കേട്ടോ. അപ്പം ടെൻഷൻ അടിച്ച് നിൽക്കുന്ന അച്യുതൻ്റെ അടുത്തേക്ക് അനന്തൻ ചെല്ലുക. എന്താടാ, ആരാ വിളിച്ചത്? നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? അതേട്ടാ, ചെറിയൊരു പ്രശ്നമുണ്ട്. പ്രശ്നമോ? എന്ത് പ്രശ്നം? അലോകിനെ പറ്റി ഒരു വിവരമില്ല ഏട്ടാ. അവനാണെങ്കിൽ ഞാൻ പോരാൻ നേരത്ത് വിളിച്ചതാ. അപ്പോഴും അവനെ വീട്ടിലൊന്നും കണ്ടില്ല. ഫോൺ വിളിച്ചിട്ടാണ് എടുത്തുമില്ല. അവൻ എന്തോ പറ്റിയ പോലെ രാജശ്രീ പറയുന്നത്. ഏയ്, അവൻ എന്തു പറ്റാൻ? ഒന്നുമല്ലല്ലോ, അവനൊരു ആൺകുട്ടിയല്ലേടാ. അവൻ എവിടെയെങ്കിലും പോയതായിരിക്കും. ഫോൺ വല്ല സൈലൻറ്റിലും ആയിരിക്കുന്നേ. അവൻ വിളിച്ചത് കേട്ട് കാണില്ല. എന്തോ എൻ്റെ മനസ്സിൽ ഒരു സന്തോഷം തോന്നുന്നില്ല ഏട്ടാ. എന്തോ ഒരു ആപത്ത് വരാൻ പോകുന്ന പോലെ. നീ സമാധാനപ്പെട്. നമുക്ക് കുറച്ച് സമയം കൂടി നോക്കാം. എന്നിട്ടും അവനെപ്പറ്റി ഒരു വിവരമില്ലേ, നമുക്ക് അന്വേഷിക്കാം. പോലീസിൽ ഒരു പരാതിയും കൊടുക്കാം എന്ന് പറയാം. അപ്പം അതൊക്കെ കേട്ട് സമാധാനത്തോടെ അച്യുത നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ്സ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും